ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യു എയിലെ നേഴ്സായിട്ട് വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ ലൈസൻസോ വിസയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം യു എയിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ചെറി വർഗീസ് ഏജൻസി അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ ഏജൻസിനെ കുറിച്ചിട്ട് അങ്ങനെയായിട്ട് അറിയില്ല. പക്ഷെ സബ്സ്ക്രൈബർ ചോദിച്ചതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു. അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 50-50 ആണ്. പക്ഷെ അവർ കുറെ സ്റ്റാഫിനെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. UK, ഓസ്ട്രേലിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. യു എയിൽ അവര് പണ്ടൊക്കെ കുറച്ച് പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരുടെ സർവീസ് അത്രയായിട്ട് ഈ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്റെ സ്വന്തം അഭിപ്രായം കേട്ടോ. ജെന്യൂൻ ആയിട്ട് തോന്നിയില്ല. ഒരു 100% നമുക്ക് അതിനകത്ത് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോ ഒരു 50-50 വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങളുടെ റിസ്ക് ക്യാഷോ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കണമെങ്കിൽ ആരും അതിനകത്ത് പോയി വീഴരുത്. എന്താ പറയാ എന്താ ഒന്ന് ചെന്ന് നോക്കി. നിങ്ങൾക്ക് അവര് ഓരോ ഓഫറുകളും ചെയ്ത് നന്നായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്. അല്ല ക്യാഷ് ആദ്യം ചോദിച്ചിട്ടാണ് അവർ ജോബ് ഓഫർ ചെയ്യണമെങ്കിൽ ഒരിക്കലും അതിൽ പോയി ചെന്ന് വീഴരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വയം തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ആദ്യം കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കുറച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തന്നെ ജോലി കിട്ടും. ഹൈ സാലറി ഇല്ലെങ്കിലും അത്യാവശ്യം സാലറി ഉള്ള ജോലി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വെറുതെ ഏജൻസിയിലൊക്കെ പോയി കാശും കാര്യങ്ങളും ഒന്നും ഇതാക്കണ്ട. ഓൾറെഡി നമ്മൾ ജോലിയും കാര്യങ്ങളും അന്വേഷിച്ച് ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ അറിയുള്ളൂ. അപ്പോൾ വന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ആവശ്യമില്ലാത്ത ഇതിൽ ചെന്ന് പെട്ട് കാശും കാര്യങ്ങളൊന്നും കളയരുത്. നിങ്ങൾ തന്നെ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായും കിട്ടും. അപ്പോൾ ആ ഒരു ഏജൻസി എനിക്ക് അത്ര ഇതില്ല. പിന്നെ അതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കിയായിരുന്നു. അതിലും ഒരു 50-50 ഉള്ളൂ. ഒരുവിധം 50 പോലും ഇല്ല, ഒരു 80% ആൾക്കാരും ബാഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 20% ഉള്ളൂ നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ക്യാഷ് ആണ് ചോദിക്കണമെങ്കിൽ ഒരിക്കലും അതിലൊന്നും പോയി പെടരുത് കേട്ടോ. നിങ്ങളായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായി നിങ്ങൾക്ക് ജോലി കിട്ടും കേട്ടോ. കിട്ടും എന്ന് പറഞ്ഞ് ട്രൈ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്യണം. നിങ്ങൾ ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്സിലും കാര്യങ്ങളിലും എല്ലാ ഹോസ്പിറ്റലിലും ഒക്കെ പോയി CV കൊടുത്ത് അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പായും കിട്ടും കേട്ടല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ ആ സബ്സ്ക്രൈബറുടെ ചെറി വർഗീസ് ഏജൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. ഏജൻസി കൺസൾട്ടൻസി അങ്ങനെതിനെ കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽസ് വൈസ് അറിയില്ല. അപ്പോൾ അത് ഞാൻ എനിക്കറിയുന്ന പോലെ അന്വേഷിച്ച് അവരുടെ റിവ്യൂസും കാര്യങ്ങളും അന്വേഷിച്ചും പിന്നെ അവർ പോയ സ്റ്റാഫിന്റെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് അറിയാൻ പറ്റിയതുള്ളത്. 100% എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത്രയാണ്. അത്ര ട്രസ്റ്റബിൾ അല്ല. അപ്പൊ നിങ്ങൾ ചുമ്മാ പോയിട്ട് ക്യാഷും കാര്യങ്ങളൊന്നും കൊണ്ടേ എറിയരുത്. അപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.